രാജസ്ഥാനിൽ വൻ സ്ഫോടക വസ്തുവേട്ട. ടോങ്ങിൽ നിന്നും 150 കിലോ അമോണിയം നൈട്രേറ്റ് പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെ കാറിൽ നിന്നാണ് സ്ഫോടക വസ്തു പിടികൂടിയത്. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ. സുഹൈൽ, ഡൽഹിയിലും NCR മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ രാജസ്ഥാനിലെ ടോങ്കിൽ നിന്നും വൻതോതിലുള്ള സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയതിനെ തുടർന്ന് ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് പതിവ് വാഹന പരിശോധന റോഡിൽ നടത്തുന്നതിനിടെയാണ് കാറിൽ നിന്നും വൻതോതിൽ അമോണിയം നൈട്രേറ്റ് പിടികൂടിയിരിക്കുന്നത്. 150 കിലോ അമോണിയം നൈട്രേറ്റും ഒപ്പം തന്നെ 200ഓളം കാട്രിഡ്ജുകളും 6 മീറ്റർ ഓളം ഫ്യൂസ് വയറുമാണ് പിടികൂടിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം ഡൽഹി NCR മേഖലകളിൽ നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ വൈറ്റ് കോളർ ഭീകര സംഘവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനകളിൽ 2900 കിലോ അമോണിയം നൈട്രേറ്റ് ശേഖരം ഡൽഹിയിൽ സമീപം ഫരീദാബാദിൽ നിന്നും പിടികൂടിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഡൽഹി സ്ഫോടനം ഉൾപ്പെടെ ഉണ്ടായത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പൊതു ഇടങ്ങളിൽ ആളുകൾ ഉണ്ടാകുന്ന തിരക്കേറുന്ന ഒരു സമയമാണ് എന്നതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ സ്ഫോടക വസ്തുക്കൾ എന്തിനു വേണ്ടി സൂക്ഷിച്ചതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് രാജസ്ഥാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാറിലുണ്ടായിരുന്ന 2 പേരെ രാജസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ 2 പേരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇത് കോറികളിലും മറ്റും ഉപയോഗിക്കാനായി സൂക്ഷിച്ചിരുന്നതാണോ അല്ലെങ്കിൽ മറ്റ് ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കൂ എന്നാണ് രാജസ്ഥാൻ പോലീസ് അറിയിക്കുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.